ഇപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 3s+2 ഡിവൈഡഡ് ബൈ s-1 ഇൻറ്റു s² + 1 ആണ്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ വഴിയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, 3s+2 ഡിവൈഡഡ് ബൈ s-1 ഇൻറ്റു s² + 1. ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതാം? നമ്മൾ a ബൈ s-1 പ്ലസ് bs പ്ലസ് c ഡിവൈഡഡ് ബൈ s² + 1 ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലേ. അതായത് s-1 വരുന്ന സമയത്ത് താഴെ ലീനിയർ ആണെങ്കിൽ ഇവിടെ a മാത്രമേ വരുള്ളൂ. താഴെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് വരുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് വരുന്നത് വെച്ചാൽ നമ്മളോട് bs പ്ലസ് c അങ്ങനെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മളിവിടെ LCM എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം ആക്കുകയാണെങ്കിൽ a ഇൻറ്റു ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോൾ ഈ ടേം ഇങ്ങോട്ട് പോയി. അപ്പോൾ s² + 1 പ്ലസ് bs പ്ലസ് c ഇൻറ്റു ഇവിടെയുള്ള ടേം ഇങ്ങോട്ട് പോയി s-1 ഡിവൈഡഡ് ബൈ s-1 ഇൻറ്റു s² + 1 ആണ്. അപ്പോൾ ഇത് എന്തിനോടാണ് ഈക്വൽ? 3s+2 ഡിവൈഡഡ് ബൈ s-1 ഇൻറ്റു s² + 1നോടാണ് ഈക്വൽ. സോ നോക്കിക്കേ, ഡിനോമിനേറ്റർ രണ്ട് സ്ഥലത്തും സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. സിംപ്ലൈസ് ദാറ്റ് 3s+2 ഈക്വൽ ടു a ഇൻറ്റു s² + 1 പ്ലസ് bs പ്ലസ് c ഇൻറ്റു s-1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നോക്കിക്കോ, ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ വാല്യൂസ് എന്താണെന്ന് അറിയണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം എന്തെങ്കിലും മൈനസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഞാൻ s-ന് 1 കൊടുക്കുകയാണെങ്കിൽ ഈ മൊത്തം ടേം പോയി. അപ്പോൾ പുട്ട് s = 1 ഞാൻ കൊടുത്തു. അപ്പോൾ എന്തായിട്ട് മാറി? 3s+2. അപ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 2 ഈക്വൽ ടു a ഇൻറ്റു 1² എന്ന് പറഞ്ഞാൽ 1 ആണ് പ്ലസ് 1 പ്ലസ് b ഇൻറ്റു s എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, അപ്പോൾ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, പ്ലസ് c ഇൻറ്റു s-1 എന്ന് പറഞ്ഞാൽ 1 - 1. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറി? 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 + 2 എന്ന് പറഞ്ഞാൽ 5 ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 + 1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് b പ്ലസ് c 1 - 1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ എന്തായിട്ട് മാറി? 5 ഈസ് ഈക്വൽ ടു 2a എന്ന് കിട്ടി. നമുക്ക് കിട്ടിയല്ലോ. ഇത് സിംപ്ലൈസ് ദാറ്റ് a ഈസ് ഈക്വൽ ടു 5/2 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് അവിടെ കിടക്കട്ടെ. അപ്പോൾ a എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഇനി നോക്കിക്കുക, അടുത്ത് എന്താ ചെയ്യാനുള്ളത്? നമുക്ക് ഇനി അടുത്ത വാല്യൂസ് എന്തെങ്കിലും കൊടുക്കാണ്ടോ അവിടെ? അപ്പോൾ നമ്മൾ തൽക്കാലം ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും? s-ന് 0 കൂടി ഒന്ന് ഇട്ട് കൊടുക്കും അല്ലേ. പൊതുവേ നമുക്ക് ലീനിയർ ആവുന്ന സമയത്ത് ഇപ്പോൾ s-3 s+3 എന്നുള്ള വേറെ ടേംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ s = 3 എന്നോ s = 2 എന്നൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ എന്താ പറയുക, ക്വാഡ്രാറ്റിക് ആണുള്ളത്, സ്ക്വയർ ടേംസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കി? നമുക്ക് പുട്ട് s = 0 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ പുട്ട് s = 0. s 0 ആവുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറും? 3 ഇൻറ്റു s 0 ആയതുകൊണ്ട് 3 ഇൻറ്റു 0 പ്ലസ് 2 ഈക്വൽ ടു a ഇൻറ്റു s² എന്ന് പറയുമ്പോൾ 0², അപ്പോൾ 0 പ്ലസ് 1 പ്ലസ് bs എന്ന് പറഞ്ഞാൽ അത് 0 പ്ലസ് c ഇൻറ്റു 0 - 1. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ടു a ഇൻറ്റു 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്, സോ a ഇൻറ്റു 1 പ്ലസ് b ഇൻറ്റു 0 അത് വീണ്ടും 0 ആയി, പ്ലസ് c ഇൻറ്റു 0 - 1 എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? 2 ഈസ് ഈക്വൽ ടു a ഇൻറ്റു c ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -c. സോ 2 ഈക്വൽ ടു a - c എന്ന് കിട്ടി. എൻ്റെ വാല്യൂ 5/2 ആണ് നമ്മുടെ കയ്യിലുണ്ട്. സോ ദിസ് സിംപ്ലൈസ് ദാറ്റ് 2 ഈസ് ഈക്വൽ ടു 5/2 - c. സോ സിൻ്റെ വാല്യൂ എന്തായിട്ട് കിട്ടും? c ഈസ് ഈക്വൽ ടു 5/2 - 2. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടും 1/2 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. c എന്ന് പറഞ്ഞാൽ 1/2 എന്നായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, എൻ്റെ വാല്യൂ കിട്ടി. ഇനി ബീൻ്റെ വാല്യൂ കിട്ടണം. സോ നോക്കിയേ, ബീൻ്റെ വാല്യൂ കിട്ടാൻ ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് വേറെ ഇപ്പോൾ എന്തെങ്കിലും വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നോക്കിക്കോ, ഇവിടെ നിങ്ങൾ ഈ മൊത്തം സാധനത്തിന് എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. a ഇൻറ്റു ഇതിനുള്ളിലേക്ക് കൊടുത്താൽ a² പ്ലസ് ഈ സാധനത്തിനുള്ളിലേക്ക് കൊടുത്താൽ a ആയിരിക്കും, പ്ലസ് bs ഇൻറ്റു s എന്ന് പറഞ്ഞാൽ bs², bs ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -bs, c ഇൻറ്റു s എന്ന് പറഞ്ഞാൽ പ്ലസ് cs, c ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -c. ഓക്കെ, ഇങ്ങനെയുള്ള ടേം കിട്ടി. ഓക്കെ, ഇതിൽ കമ്പയർ കോഎഫിഷ്യൻസ് ഓഫ്
എസ് സ്ക്വയർ. കമ്പയർ കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ. അപ്പോൾ നോക്കിക്കേ, ഇത് ശരിക്കും എന്തിനോടാണ് ഈക്വൽ? ഇത് 3s+2 ഈക്വൽ. കാരണം 3s+2 എന്ന് പറഞ്ഞാൽ ഇതാണ്. 3s+2 എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഈ സാധനത്തിനാണ് നമ്മളിപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ 3s+2 ഈ മൊത്തത്തിലുള്ള ടേം ഈക്വൽ ആയിട്ട് ഇരിക്കുന്നത് ആണല്ലോ. കമ്പയർ ദ കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ. എസ് സ്ക്വയറിൻ്റെ ടേം ഇവിടെ എവിടേക്കാണ് ഉള്ളത്? ഇവിടെ ഉള്ളത് ഇവിടെ എസ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്, ഇവിടെ എസ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്, വേറെ ടേം കൊണ്ടൊന്നുമില്ല. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ കോഷ്യൻസ് ഏതൊക്കെയാണ്? a+b ആണ് എസ് സ്ക്വയറിൻ്റെ കോഷ്യൻറ്റ്. ഇനി ഇവിടെ എവിടെയെങ്കിലും ഈ RHS പറഞ്ഞിൽ എവിടെയെങ്കിലും എസ് സ്ക്വയറിൻ്റെ ടേം ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് ഈക്വൽ ടു 0. എസ് സ്ക്വയറിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ടാണ് 0. നമുക്ക് a ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, 5/2 ആണ്. 5/2 + b = 0 എന്ന് കിട്ടി. സോ ബീൻ്റെ വാല്യൂ എന്താണ്? b = -5/2. സോ നോക്കിക്കേ, എൻ്റെ വാല്യൂ കിട്ടി, ബീൻ്റെ വാല്യൂ കിട്ടി, സീൻ്റെ വാല്യൂ കിട്ടി. ഇനി ഇത് ഡയറക്റ്റ് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അല്ലേ? അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഇതെന്തായിട്ട് മാറി? ദിസ് ഈസ് ഈക്വൽ ടു a എന്താണ്? a = 5/2 s - 1 പ്ലസ് b എന്തായിട്ട് കിട്ടിയത്? b = -5/2 s പ്ലസ് c എന്ന് പറഞ്ഞാൽ 1/2 / s² + 1 എന്ന് നമുക്ക് കിട്ടി. സോ ഇതാ ഇവിടെ എന്താ കിട്ടിയത്? 3s+2 നമ്മളിതാ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 3s+2 മൊത്തത്തിൽ നമ്മളിതാ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ നമ്മളോട് ചോദിച്ചത് 3s+2 ഈ സാധനത്തിൻ്റെ ഇൻവേഴ്സ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ മൊത്തം ടേമിനെയാണ് നമ്മളിതാ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇൻവേഴ്സ് കാണാമല്ലോ. അപ്പോൾ എന്തായിരിക്കും ഇൻവേഴ്സ്? L ഇൻവേഴ്സ് ഓഫ് 3s+2 / s - 1 into s² + 1 ഈക്വൽ ടു അതെന്തായിട്ട് മാറും? L ഇൻവേഴ്സ് ഓഫ് 5/2 / s - 1 പ്ലസ് അടുത്തെന്താണ്? അടുത്ത -5/2 s പ്ലസ് 1/2 / s² + 1 ആയിട്ട് മാറി. ഇനി ലീനിയാരിറ്റി ഇവിടെ അപ്ലൈ ചെയ്തത് എന്തായിട്ട് മാറും? ദിസ് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് 5/2 / s - 1 plus L inverse of -5/2 s / s² + 1 plus L inverse of 1/2 / s² + 1 ആയിട്ട് വരും. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ നമ്മൾ ഈ എന്താ പറയുക കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേമിനെ പുറത്തേക്ക് എടുത്താൽ 5/2 L ഇൻവേഴ്സ് ഓഫ് 1/s - 1 പ്ലസ് -5/2 ഇവിടെ പുറത്തേക്ക് വരും. അപ്പോൾ -5/2 L ഇൻവേഴ്സ് ഓഫ് s / s² + 1 പ്ലസ് അടുത്തത് ഇവിടുത്തെ 1/2 പുറത്തേക്ക് എടുത്താൽ 1/2 L ഇൻവേഴ്സ് ഓഫ് 1/s² + 1. ഓക്കെ, 5/2 അതുപോലെ തന്നെ എഴുതി. 5/2 L ഇൻവേഴ്സ് ഓഫ് 1/s - 1 എന്ന് പറഞ്ഞാൽ e⁻t ആണ്. -5/2 L ഇൻവേഴ്സ് ഓഫ് s / s² + 1 എന്ന് പറഞ്ഞാൽ അത് cos t ആണ്. പ്ലസ് 1/2 ഉണ്ട് L ഇൻവേഴ്സ് ഓഫ് 1/s² + 1 എന്ന് പറഞ്ഞാൽ അത് sin t ആണ്. സോ ഇതാണ് ഇൻവേഴ്സ്. സോ ഇതാണ് ആൻസർ. ഓക്കെ, ഇത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇൻവേഴ്സ് മാത്രം പറഞ്ഞു തരുന്ന ഒരു ഒറ്റ പ്രോബ്ലം മാത്രം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇത് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതായത് പൊതുവേ നമ്മൾ എസ്സിന് വാല്യൂസ് കൊടുത്തിട്ടല്ലേ ചെയ്യുക. അപ്പോൾ ചില പ്രോബ്ലം എങ്ങാനും പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണതിൽ നമ്മൾ ഇതുപോലെ കോഎഫിഷ്യൻസ് ഒക്കെ കമ്പയർ ചെയ്ത് വന്നാലോ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. സോ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ.